മാതൃഭൂമി ന്യൂസ് വാർത്താ പരമ്പരയിൽ ഒടുവിൽ കുമ്പസാരവുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ക്രിക്കറ്റ് കോച്ച് മനുവിന്റെ കാര്യത്തിൽ KCAക്ക് വീഴ്ച സംഭവിച്ചെന്ന് സമ്മതിക്കുകയാണ് പ്രസിഡന്റ് ജയേഷ് ജോർജ്. KCA ജാഗ്രത പാലിച്ചിരുന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും മാപ്പ് പറയുന്നുവെന്നും ജയേഷ് ജോർജ് പറയുന്നു. ക്രിക്കറ്റ് പരിശീലനത്തിനിടെ പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെട്ടത് ആശങ്കയോടെയാണ് കേരളം കാണുന്നത്. അതിക്രമത്തിനിരയായിട്ടും പുറത്തു പറയാൻ ഭയപ്പെടുന്നവർ ഏറെയുണ്ട്. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ. കോച്ച് മനുവിന്റെ ക്രൂരതകൾ പുറത്തു വന്നതോടെ മിണ്ടാതിരുന്നവർ മിണ്ടി തുടങ്ങുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിശീലകൻ മനുവിന്റെ ഞെട്ടിപ്പിക്കുന്ന പീഡന പരമ്പരകൾ നിരന്തരമുള്ള വാർത്തകളിലൂടെ മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയതോടെ KCAക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വന്നു. KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ല ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് അല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. പുറത്തുവന്ന വാർത്തകൾ ഭീതിയുണ്ടാക്കുന്നതാണെന്ന് സമ്മതിച്ച KCA പ്രസിഡന്റ് സ്വന്തം മകളെയും എങ്ങനെ പരിശീലനത്തിന് പറഞ്ഞയക്കുമെന്ന ആശങ്കയും പങ്കുവച്ചു. അപ്പോൾ ഇത് ഭീതി ഉളവാക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ മോളെ വിടില്ല, ശരിക്കും എങ്ങനെ വിടും? എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകിയെന്ന ചോദ്യത്തിന് പ്രസിഡന്റിന്റെ ഉത്തരം ഇങ്ങനെ. ആദ്യം അറിയുന്നത് 2022 കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീജിത്ത് നായരുടെ മുമ്പിൽ ആ പരാതിയോട് അന്വേഷണത്തോട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും സഹകരിച്ചിരുന്നു. കേരള ക്രിക്കറ്റിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇങ്ങനെയൊരു സാഹചര്യം നേരിടുന്നതെന്ന് KCA സെക്രട്ടറി വിനോദ് എസ് കുമാർ പറഞ്ഞു. തിരുത്തൽ നടപടിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്നും വിനോദ് വ്യക്തമാക്കി. നമ്മളിനി ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു കറക്റ്റീവ് മെഷർ എടുക്കാനേ പറ്റുള്ളൂ. കേരള ക്രിക്കറ്റിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല, ഇത്രയും ഇതാണെന്ന് പറഞ്ഞത്. അതേസമയം പീഡനക്കേസിൽ മനുവിനെതിരായ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.